നമ്മുടെ സംഘപരിവാർ ഗവൺമെന്റ് ഇന്ത്യയുടെ ചരിത്രം എങ്ങനെ മാറ്റിമറിക്കും എന്നുള്ള കാര്യം നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഇത്രയും ഭരിക്കുന്ന വർഷങ്ങൾ നമ്മൾ കണ്ടാണ്. ഇന്നിപ്പം ജനം ടി വിയിൽ വന്ന ഒരു പോസ്റ്ററാണിത്. അവരുടെ മെയിൻ ഒരു പോസ്റ്ററാണിത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ നിർത്തിയിരിക്കുന്ന ഒരു സ്ഥാനം നിങ്ങൾ നോക്കുക. എന്നിട്ട് ഏറ്റവും ഫ്രണ്ടിൽ ഷൂ നക്കി സവർക്കറിനെ ഏറ്റവും ഫ്രണ്ടിൽ വെച്ചിട്ട് കാണിക്കുന്ന ആ ഒരു രാജ്യസ്നേഹം, ഇത് നിങ്ങൾ ആരും കാണാണ്ട് പോകരുത്. നമ്മളിപ്പം എൻ്റെയൊക്കെ ഫ്രണ്ട്സ് RSSകാരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ ഒരിക്കലും ചരിത്രം മാറ്റി എഴുതുന്നില്ല, ഇതാണ് ചരിത്രം എന്നൊക്കെ പറയും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ത്യയുടെ ചരിത്രം എന്നുള്ളത്. നമുക്ക് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ്, അത്രയും ജെനുവിനായിട്ടാണ് രാഷ്ട്രപിതാവ് ഗാന്ധിജി നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന പുള്ളി ആ ഒരു ഇന്ത്യയുടെ ഒരു നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ആ ഒരു വാല്യൂവിന് അവർ ഏറ്റവും പുറകിൽ പോസ്റ്ററിൽ അടിച്ചിട്ട് ജനം ടി വി ഇന്ന് ഏറ്റവും മുമ്പിൽ അവരുടെ സ്വന്തം ഷൂ വർക്കറിനെ ഫ്രണ്ടിൽ വെച്ചൊക്കെയാണ്. ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണ് ഇന്ത്യനെ ഇനി മാറ്റാൻ പോകുന്നത്, ഇന്ത്യ ഏത് ലേബലിൽ അറിയപ്പെടണം, ഹിന്ദുത്വ രാഷ്ട്രമായിട്ട് എങ്ങനെ അറിയപ്പെടണം എന്നുള്ള ഇവരുടെ മെയിൻ അജണ്ടയുടെ ഒരു ഭാഗമാണിത്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അറിയുന്നത്, ഇതിപ്പം എത്ര പേര് കണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ ദിസ് ഈസ് വെരി പെയിൻഫുൾ ഫോർ മീ. കാരണം അത്രയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന, എസ്പെഷ്യലി മഹാത്മജി ഗാന്ധിജിയുടെ ആ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്ന ഒരു ഏരിയ നിങ്ങൾ നോക്കുക. അത് എത്ര പെയിൻഫുള്ളാണ്. ഒരു ആസ് എ പാട്രിയറ്റ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു ഡെമോക്രസി ഇന്ത്യൻ രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾ ഒരു ഇൻഡിപെൻഡൻസ് ഡേക്ക് കാണാവുന്ന ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള, ഏറ്റവും എന്താ പറയുക, ഓക്വേർഡ് ആയിട്ടുള്ള ഒരു പോസ്റ്ററാണിത്. സോ ഇതൊക്കെ ജനം ടി വി എന്ന മലം ടി വിക്ക് പറ്റുള്ളൂ. സോ മാക്സിമം അവോയ്ഡ് ചെയ്യണം ഇത്തരം ചാനലിനെയും ഇത്തരം ചിന്തയുള്ളവരെയും. കാരണം ഒരു രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയാണ് അവർ ചോദ്യം ചെയ്യുന്നത്.